തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. പാണ്ഡവരിൽ നാലാമനായ നകുലന്റെ തേവാരമൂർത്തിയായ മഹാവിഷ്ണുവാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മറ്റു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ചതുർബാഹു വിഷ്ണു വിഗ്രഹമാണ് തിരുവൻവണ്ടൂരിലെ പ്രതിഷ്ഠ. സ്ഥലനാമം തന്നെ പാണ്ഡവപുരി എന്നും അറിയപ്പെട്ടിരുന്നു. വലിയ വണ്ടുകൾ കാണപ്പെട്ട സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട് തിരുവൻവണ്ടൂരിന്. തിരുപാണ്ഡവപുരി എന്നും പ്രദേശം അറിയപ്പെട്ടിരുന്നു. നമ്മാൾവാരുടെ ചരിത്രത്തിലും ഇത് സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത സ്ഥലമാണ് വനവാസക്കര. അതിപ്പോൾ വനവാതുക്കര എന്നറിയപ്പെടുന്നു. തൊട്ടടുത്ത മറ്റൊരു സ്ഥലം പാണ്ഡവനാട്, പിന്നീട് പാണ്ഡനാട് എന്നും അറിയപ്പെടുന്നു. വനവാസകാലത്ത് കഠിന തപസ്സിലൂടെ പാഞ്ചാലി അക്ഷയപാത്രം സ്വന്തമാക്കിയതും തിരുവൻവണ്ടൂരിൽ വെച്ചാണ്. മനോഹര ശില്പങ്ങൾ ഉപയോഗിച്ച് ഇരുനിലവട്ട ശ്രീകോവിൽ പണികഴിപ്പിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടിയുണ്ട്. അമ്പലപ്പുഴ മഹാരാജാവ് ലക്ഷണമൊത്ത വിഗ്രഹം തേടി ഭടന്മാരെ അയച്ചപ്പോൾ ഇവിടെയുണ്ടായിരുന്ന മേൽശാന്തി കൃഷ്ണവിഗ്രഹം മാറോടെടുത്ത് സമീപത്തുണ്ടായിരുന്ന ആറ്റിൽ ചാടി ആത്മാഹുതി ചെയ്തു. അന്നുണ്ടായിരുന്ന മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ ഉപവിഗ്രഹമായിരുന്ന ഗോശാലകൃഷ്ണന്റെ വിഗ്രഹം എടുക്കാൻ വേണ്ടിയാണ് അവർ തേടി വന്നത്. അങ്ങനെ വന്നപ്പോൾ പൂജാരിയായ ബ്രാഹ്മണൻ കൃഷ്ണവിഗ്രഹം ഇളക്കിയെടുത്ത് ജലാധിവാസക്രിയ നടത്തി. പമ്പയുടെ കൈവഴികളിലൊന്നായ ആറ്റിലാണ് നടത്തിയത്. പിന്നീട് കാലാന്തരത്തിൽ ചിത്രകാരൻ കൂടിയായ ഒരു പണ്ഡിതൻ ഈ ജലാധിവാസക്രിയയുടെ സ്വപ്നദർശനമുണ്ടായി. അതിനെ തുടർന്ന് 51 ദിവസം കുഴിച്ച് ആ കൃഷ്ണവിഗ്രഹം തിരിച്ചെടുക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല പാതയിൽ പ്രാവിൻകൂട് ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അർച്ചന, പാൽപായസം, കടുംപായസം. ഭൃഗുമുനി പ്രതിഷ്ഠിച്ച വൈഷ്ണവ തേജസേ നകുലന്റെ തേവാരമൂർത്തേ, അവിടുത്തെ തിരുമുമ്പിൽ അടിയങ്ങൾ ഉരുവിട്ട മന്ത്രാക്ഷരങ്ങളെല്ലാം നിന്റെ നാമം. തിരുവൻവണ്ടൂരപ്പാ നിന്റെ നാമം.